ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. എന്താ ഗെയിം? എന്താ ഗെയിം? അതെന്താന്ന് സംഭവം? അതല്ല എനിക്ക് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാം. അതിന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അറിയുന്നവർ പറയാം. അതാണ് ഇവിടെ 12 ചോദിക്കുന്ന. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വിളിച്ചു പറയാൻ പാടില്ല. അറിയുന്ന ആൾ കൈ വന്നിക്കുക. ഫസ്റ്റ് ആരാ വന്നിക്കുന്നത് അവർക്ക് ആൻസർ പറയാണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മൈ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, പക്ഷെ എനിക്കറിയാം. ഞാൻ പറയാം എനിക്കറിയാം. ഇല്ല, ഇവിടെ പറയട്ടെ. ഇവിടെ കൈ വന്നിച്ചില്ല, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാം. അതൊന്നുമില്ല, അതെല്ലാം ഫൗളാണ്. എൻ്റെ ഡേറ്റ് ഓഫ് ജൂൺ 21, വർഷം 2001. സമയം 12:29. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് മൈ ഫേവറേറ്റ് കളർ. പറഞ്ഞോ. പച്ച. എന്ത് പച്ച? ഇങ്ങോട്ട് പാസ്. എന്ത് പച്ച? പച്ചയാണ്. അതിന് വേണ്ടിക്ക് ഒരു അരമാർക്ക് വേണ്ട അരമാർക്ക് എല്ലാം ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. അപ്പോൾ 1-1. ഇനി ഇത് രണ്ടാൾക്കും അറിയാം. +2 പഠിച്ച സ്കൂൾ അതാരാ ബുക്ക്? ഞാനാ ബുക്ക്. അതൊരാൾക്ക് അറിയണ്ട. ഈ അമ്മ ഞാനല്ലേ? അല്ല, ഞാൻ. ഓക്കെ, വെയിറ്റ്. ഇപ്പൊ നീ ഒരു ആൻസർ പറഞ്ഞേ, അപ്പൊ ഇവള് പറയട്ടെ. അതെന്ത്? പറ. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പയ്യാമ്പലം, ഗേൾസ്. ഞാൻ ഇങ്ങനെ പറയാം, ഗേൾസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഹോബി എന്നാ? പാട്ട് പാടല്. ശരിയാണ്, പക്ഷെ എൻ്റെ ഹോബി തുണിയാടൊക്കെ വെക്കാം. അതിലൊരു ഹോബിയാ. പിന്നെ പാട്ട് പാടല്, അതന്നെ. ഓക്കെ, ഒരു മാർക്ക് കൊടുക്കാം. ഇതെല്ലാം എൻ്റെ അനക്കോ? നിനക്ക് 0. നിന്നോട് നീ കൈവക്കിയിട്ടില്ലല്ലോ, എന്നിട്ട് നീ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് മൈ ഫേവറേറ്റ് പ്ലേസ്. അതായത് എനിക്ക് പോവാൻ ഇഷ്ടമുള്ള, എത്ര പോയാലും മടുക്കാത്ത. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പോയതും അവിടെ ആയിരിക്കും. പറയട്ടെ? പറഞ്ഞോ. റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് എ റോങ് ആൻസർ. റെസ്റ്റോറൻറ്റ് പോകാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാളും ഇഷ്ടം ഞാൻ കണ്ടിച്ചില്ല, സോറി. എന്നാലും മതി. ഞാൻ പയ്യാമ്പലം ബീച്ചിൽ ഒരു മാർക്ക് കൊടുക്കാം. എനിക്ക് എത്ര പോയിന്റ്സായി? എനിക്ക് എത്ര? 2. ഓക്കെ, അടുത്തത് മൈ ഹിഡൻ ടാലന്റ്. പറഞ്ഞോ. ഇത്ര ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും?
അതൊരു ടാലന്റ് അതൊരു ടാലന്റ് ആണ്. പക്ഷേ എൻ്റെ മൈൻഡിലുള്ള എന്താ ആ പറഞ്ഞു എത്ര കള്ളത്തരം പറഞ്ഞാൽ പിടിക്കൂല. അതും ഒരു ടാലന്റ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചതല്ല. എന്നാ ഒരു അരമാർക്ക് കൊടുക്കാം. എന്ത് 3.5 2.5. ഓക്കെ ഇനി ഓക്കെ ഇത് ഇങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എല്ലാത്തിനും ഞാൻ ഒരു പേരിട്ടിട്ടുണ്ട്. തീരെ മാർക്കില്ല, പറഞ്ഞോ എന്താ പേര്? ആ പേരിടാനുള്ള കാരണം ഞാനെ കൈബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം സെന്റൻസ് പറ. ബ്ലാബിളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആച്ച പറഞ്ഞേ കണ്ടന്റ് പറഞ്ഞോളോ. ഇപ്പോ രണ്ടൊക്കെ സെയിം ആയിപ്പോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അത് രണ്ടാക്കും അറിയാം. നമ്മളെ റിലേറ്റീവ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. ഇവിടെ മണിക്കല് ബാക്കോട്ടേക്ക് എടുത്ത് നോക്കിക്കോ. ഇങ്ങനെ ഒതുക്കോളി ഇങ്ങനെ ഉത്തരം ഞാൻ എനിക്കെത്ര 4.5. ഓക്കെ. ഇനി അടുത്തതാണ് ഏറ്റവും സ്പെഷ്യൽ. പറയട്ടെ, മൈ ഫേവറിറ്റ് ഫുഡ് മന്തി ഫേവറിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ കറണ്ട് ഫേവറിറ്റ് എൻ്റെ കഴിഞ്ഞ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഞാൻ കുറച്ചു കാലമായിട്ട് കുറേ കഴിച്ചോണ്ട് ഞാൻ പറയാം ചാൻസ് തന്നിട്ടില്ല നീ പറയാറ്. അതിനൊരു ചാൻസ് പോയി. ഞാൻ പറയട്ടെ എല്ലാവർക്കും ഒന്ന് ഒരു ഇതും കൂടി കൊടുക്കാം. സങ്കടമുണ്ട് കുട്ടിക്ക്. അപ്പം വിളിച്ചത് അപ്പം വിളിച്ചത് 4.5. സാരില്ല, അടുത്തേനെ വിളിക്കാം. എനിക്കത്ര സെയിം ആയില്ല. 3.5. ഓക്കെ. എൻ്റെ ഫേവറിറ്റ് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബർ ഞാനാ വിളിച്ചേ പൊളിമണി. ഞാൻ പറയട്ടെ, കാർത്തിക് സൂര്യ. അതെ അതെ ആ രണ്ടാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ ഞാൻ പക്ഷേ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോ ഞാൻ വിചാരിച്ചിന് ഇത് രണ്ടും ഞാൻ മനസ്സിൽ വിചാരിച്ചിന്. ആ ഓക്കെ. ഇനി എൻ്റെ ഫേവറിറ്റ് ആക്ടർ ഇൻ തമിഴ് വിജയ്. വിജയ് എന്ന് പറയുമ്പോൾ കുറേ വിജയ് ഉണ്ട്. അതെന്ത് അങ്ങനത്തെ വർത്താനോ? മീൻസ് വിജയിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ലേറ്റസ്റ്റ് ഗോട്ട് കണ്ട് എനിക്ക് വിജയ്. പക്ഷെ വിജയ് അല്ല, മൈ ഫേവറിറ്റ് വിജയ് അല്ല. വിജയ് സേതുപതി. ആ ഞാൻ വിജയ് പറയണ വിജയ് കറക്റ്റ് പറയണം വന്നേരം. ഓക്കെ, മാർക്കെല്ലാം കൂട്ടുന്നില്ലേ? ഞാൻ കൂട്ടുന്നൊന്നുമില്ല. 5 6. ഇപ്പം മലയാളത്തിലെ എൻ്റെ ഏറ്റവും ഫേവറിറ്റ് ഹീറോയിൻ നടി ഇപ്പോഴത്തെ
കുളു ഒന്നുമില്ല. നമുക്കറിയാം മൈ ഫേവറേറ്റ് നടി മലയാളം പറഞ്ഞു. കുളുവൊന്നുമില്ല. എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു. 2 സിനിമയായിട്ടും പറഞ്ഞു. മറ്റേ എന്നാ അവള് വേറെ അല്ലേ അതല്ലേ വച്ചിട്ട് വരാം വച്ചിട്ട് വരാം. മോളിയാ ഞാൻ കാര്യം പറഞ്ഞേ അവളെ ശരി പേരറിയില്ലാന്നല്ലോ. എന്നാ ഗൂഗിൾ ചെയ്ത് നോക്ക്. അല്ല അത് നീ അത് ആക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഗ്രേസ് ഗ്രേസ് ആന്റണി ഭയങ്കര ഇഷ്ടം. അത് കൂട്ടു പിന്നെ കൂട്ടാണ്ട് ഞാൻ പറഞ്ഞു ഏച്ചി പേര് പറഞ്ഞു ജോസ്റ്റായെന്ന് പറഞ്ഞു. ജോസ്റ്റായെന്ന് ഇഷ്ടമായോ? അതിലാണ്ടുള്ള അടയോടുണ്ട് പേര് കണ്ടില്ലേ. അത് കാറില്ല അതിനകത്ത് ഒരാളേ ഉള്ളൂ ഓളാ. ഓക്കെ എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം, ട്രഡീഷണൽ ആണ് ഇഷ്ടം? മോഡേൺ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ശരിയല്ലേ? യെസ്. 6 7 മൈ ഫേവറേറ്റ് സിംഗർ. ആരും ഒന്നും ചെയ്യാൻ കണ്ടിട്ടില്ല. അവള് പറഞ്ഞോട്ടെ അല്ലേ ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞെ വച്ചിട്ട് പറ. അതൊന്നും ഞാൻ പറയില്ല. ഞാൻ പക്ഷേ അത് കളിക്കുന്നില്ല. യെസ് ഡബ്സി. പേടി പണി അടിപൊളി സിംഗറാണ്, എനിക്കിഷ്ടം. എന്നിട്ട് തുറന്ന് നിൽക്കുന്നു, ഭയങ്കര ഇഷ്ടം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിഫ്റ്റൊന്നും ഉണ്ടോ? ഒരു വാട്ടർ ബോട്ടിൽ സമ്മാനം. അതുകൊണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്ക് ഒട്ടും പറയാൻ പറ്റില്ല. ചോദിക്കട്ടെ? എൻ്റെ വായിലെത്ര പല്ലുകളുണ്ട്? 32. അതിൽ പൊരിക്കാൻ എത്ര ഉണ്ട്? പൊരിക്കട്ടെ ഇപ്പൊ തൽക്കാലം. 7 8 ചേച്ചി ചേച്ചി മിണ്ടാണ്ട് ചേച്ചി. എനിക്കെത്ര? ഓക്കെ ഗായ്സ്, ഈ ഗെയിമില് ജയിച്ചിരിക്കുന്നു. സന്തോഷമില്ലാത്ത? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഗിഫ്റ്റ് എന്താ കിട്ടണം? നല്ല സന്തോഷം തരും. എന്താ ഗിഫ്റ്റ് ഉണ്ട്? ഗിഫ്റ്റ് അതിൽ എൻ്റെ കുറെ സീക്രട്സ് ഉള്ളതാണ്. ഞാൻ ബോട്ടിൻ്റെ ഇത് വേറെ എന്തെങ്കിലും എന്താ ഗിഫ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരും. ഇത് ഓഫ്കോഴ്സ് ഞാൻ വാങ്ങിച്ചു തരും. വാങ്ങിക്കൊടുക്കുന്ന അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എത്തിട്ട് വാ. ഒരു ഹായ് പറഞ്ഞിട്ട് പോ. അമ്മയുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു. ഓക്കെ എന്നാ അവിടെ പറ. പിന്നെ പറയാം. ഓക്കെ ഗൈസ്, പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ കാര്യം ഞാൻ ഇപ്പം പറഞ്ഞ് ഒച്ചത്തിട്ട് പറഞ്ഞ് നടന്നു കൊടുക്കും. അതുകൊണ്ട് ഇവർക്ക് കിട്ടും എനിക്ക് തോന്നിയായിരുന്നു. ആരാണ് വേഷം വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഗെയിമെല്ലാം ആയിട്ട് വരാം.
ഇപ്രാവശ്യം പിന്നെ ഈ ഗെയിം കളിക്കാനുള്ള ഏക കാരണം ഓള് പറഞ്ഞു ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വ്ളോഗിൽ സെറ്റാക്കാം. സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതൊക്കെ അറിയാമല്ലേ? ഓക്കെ ഗൈസ്, ഉത്തരം പറഞ്ഞതല്ലേ. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്കും ചെയ്തേക്ക്. അപ്പോൾ വീണ്ടും കാണുന്ന വരെ ബൈ. ഒരു താല്പര്യമില്ലാത്ത വഴി നീ പറ, ബൈ വെച്ചത് പറ. ബൈ. ഓക്കെ, അഹങ്കാരിയാണ് ഗൈസ്. ഓക്കെ ബൈ ഗൈസ്.